dear students, welcome back to Ijvala 2.0. നമുക്ക് ഇനി +2 നമ്മുടെ മെയിൻ സബ്ജക്ട് എക്സാം കഴിഞ്ഞിട്ടുള്ള അക്കൗണ്ടൻസി. അപ്പോൾ ഇനി നമ്മൾ അക്കൗണ്ടൻസി പഠിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വീഡിയോസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എക്കണോമിക്സ് എക്സാം ഒക്കെ കഴിഞ്ഞ് അക്കൗണ്ടൻസി പഠിക്കാനിരിക്കാന്ന് വിചാരിക്കുന്നു. അതിലെ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഈ പാഠങ്ങൾ പഠിക്കാതെ നിങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, വേറെ ഒരു പാഠവും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഈ പാഠം പഠിക്കണം. അതിൽ നിന്ന് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മിസ് പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് തിയറീസും അതിന്റെ കുറച്ച് ഫോർമാറ്റുകളാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ആ ഫോർമാറ്റൊക്കെ പഠിച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഇനിയുള്ള പ്രോബ്ലംസ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. 2 ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് അക്കൗണ്ടിങ് ഫോർ ബേസിക് കൺസെപ്റ്റ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. എബൌട്ട് ഒരു 13 മാർക്കിന്റെ വെയിറ്റേജ് നമുക്ക് ഈ പാഠത്തിൽ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റും എത്രത്തോളം മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ദെൻ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അവിടെ 20 മാർക്ക് വരെ, അതായത് മിസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് പറയുന്നത് കേട്ടോ. വെയിറ്റേജ് 20 മാർക്ക് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് ഫൈനൽ എക്സാമിന്റെ. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കിയാലും ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അഡ്മിഷന്റെ സമയത്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ 2 പാഠത്തിൽ നിന്ന് നമുക്ക് തിയറി നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ തിയറിയും പഠിക്കുക, ഒപ്പം തന്നെ അതിന്റെ കുറച്ച് ഫോർമാറ്റുകൾ, അക്കൗണ്ട് ഫോർമാറ്റുകൾ. ഇപ്പൊ ബേസിക് കൺസെപ്റ്റിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. രണ്ടാമത്തേല് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു പുതിയ പാർട്ട്ണർ അഡ്മിഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ 2 പാഠങ്ങളിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് തിയറീസും കുറച്ച് ഫോർമാറ്റും മിസ് പറയുന്നുണ്ട്. നമ്മൾ ഈ നാളെ മുതലേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും, അതായത് ജയിക്കാനുള്ളത് ഡബിൾ പാസ്, 35 മാർക്സ്, 10 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ഇന്ന് വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 പാഠത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ ബേസിക് കൺസെപ്റ്റിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. അതിൽ നിങ്ങൾ ആദ്യം എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബിസിനസ് വിച്ച് ഓൺ 2 or more person who have agreed to share the profit or loss of a business carried on by all or any of them acting for all. അതായത് 2-ൽ കൂടുതലധികം ആൾക്കാർ തമ്മിലുള്ള ഒരു ബിസിനസ് ചെയ്യാം. ഒരാൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക, എല്ലാവരും കൂടി പ്രവർത്തിക്കുക, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യുക. അതിൻ്റെ ഒരു ആക്ട് 1932 ആണ്. ഇത് പ്രകാരം മാക്സിമം 50 പേര്, മിനിമം 2 പേര് എഗ്രിമെന്റ് വേണം. ബിസിനസ് നടത്തിയിരിക്കണം. ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഒന്നുമില്ല. ഒപ്പം തന്നെ രജിസ്ട്രേഷൻ ഒന്നും നിർബന്ധമില്ല, കമ്പൽസറി അല്ല കേട്ടോ. ദെൻ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് എ റിട്ടൺ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പേഴ്സൺ. അതായത് എഗ്രിമെന്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. ദ റിട്ടൺ എഗ്രിമെന്റ് ഈസ് നോൺ ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതിന്റെ കുറച്ച് കണ്ടന്റ്സ് പഠിക്കാം. നെയിം ഓഫ് ദി ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്, നേച്ചർ ഓഫ് ബിസിനസ്, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ്, ഡ്യൂറേഷൻ ആൻഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, പ്രോഫിറ്റ് ഓഫ് ഷെയറിംഗ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, സാലറി, കമ്മീഷൻ, റൈറ്റും ഡ്യൂട്ടീസും ഒക്കെ പാർട്ട്നേഴ്സിന്, അങ്ങനെ എല്ലാ കണ്ടന്റും അടങ്ങിയിരിക്കണം നമ്മളെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കേട്ടോ. ദെൻ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ, അതായത് ഇപ്പം നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒന്നുമില്ല, നമ്മൾ നോർമലി ഓറലി ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി ഷെയർ ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% കൊടുക്കുക, ബാക്കിയൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ നമ്മൾ ഈ ഒരു പാഠത്തിൽ തയ്യാറാക്കേണ്ട കുറച്ച് അക്കൗണ്ട്സ്, ഒന്ന് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട് നോർമലി വേണ്ട, നമുക്ക് പഠിക്കാനൊന്നുമില്ല, ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് 2 മെത്തേഡിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. എന്താ പാർട്ട്ണർഷിപ്പിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം റെക്കോർഡ് ഇൻ ദർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരു പാർട്ട്നേഴ്സിന് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് തയ്യാറാക്കുക. അതിൽ എന്തൊക്കെ ഉണ്ടാവും അവരുടെ ക്യാപിറ്റൽ, അവർ വിഡ്രോ ചെയ്യുന്നത്, അവരുടെ പ്രോഫിറ്റ്, അവരുടെ ഷെയർ, അതുപോലെ തന്നെ അവർ എത്രത്തോളം സാലറി കമ്മീഷനൊക്കെ കിട്ടുന്നുണ്ട്, അതൊക്കെയാണ് അതിലുണ്ടാവുക. 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം, ഫ്ലക്ച്വേറ്റിംഗ് ആൻഡ് ഫിക്സഡ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ നോർമൽ ഫോർമാറ്റ് ഇതാണ്. ഇത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ആകുമ്പോൾ എല്ലാം നമ്മൾ ഒരൊറ്റ അക്കൗണ്ടിൽ എഴുതും. അവരുടെ ഓപ്പണിംഗ് ബാലൻസ്, ഇവിടെ അവർക്ക് കിട്ടുന്ന കംപ്ലീറ്റ് ഇൻകം, ഇനി അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ്, ഇവിടെ അവർക്ക് കിട്ടുന്ന ഇൻകംസ് ആണ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ അവർക്ക് കയ്യിൽ നിന്ന് പോകുന്ന എക്സ്പെൻസസ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ്, അതൊക്കെയാണ് അവിടെ എഴുതുക കേട്ടോ. ഇനി അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലും ഈ സെയിം ആണ് നമ്മുടെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലായിട്ടുള്ളത്. ഇനി
ഫിക്സ്ഡ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ 2 അക്കൗണ്ട്സ് തയ്യാറാക്കണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, അവിടെ നമ്മൾ ക്യാപിറ്റൽ മാത്രമേ എഴുതുള്ളൂ. അതായത് എത്ര രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, എത്ര രൂപ നമ്മൾ പെർമനന്റ് ആയിട്ട് വിഡ്രോ ചെയ്തു, അത് രണ്ടും കാണിക്കും. ദെൻ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് ഇവർക്ക് കിട്ടുന്ന ഇൻകംസുകളും എക്സ്പെൻസസുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒക്കെ നമ്മൾ ചെയ്ത കറന്റ് അക്കൗണ്ടിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. തിയറി ക്വസ്റ്റ്യൻ ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫിക്സ്ഡിൽ 2 അക്കൗണ്ട്, ഫ്ലക്ച്വേറ്റിൽ 1 അക്കൗണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്യുക കറന്റ് അക്കൗണ്ടിലാണ്. ഫിക്സ്ഡിൽ ഇവിടെ നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും, ഇവിടെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്യാപിറ്റലും കറന്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ കാണിക്കും, ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഇവിടെ ഓൾവേസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും വരും കേട്ടോ. ദെൻ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? നമുക്ക് ചോദിക്കാറുണ്ട് 2 മാർക്കിനെ. എന്താണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? നോമിനൽ അക്കൗണ്ട് ആണ്. ഇവിടെ എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്നാണ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ ക്രെഡിറ്റ്, അതായത് നമ്മളെ ഫേമിന് കിട്ടുന്ന ഇൻകംസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഫേമിന് കിട്ടുന്ന ഇൻകംസ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമാണ് ഫേമിൻ്റെ ഇൻകം. ബാക്കിയുള്ള എല്ലാം ഫേമിനെ സംബന്ധിച്ച് എക്സ്പെൻസസ് ആണ്. സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും റിസർവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇവർക്ക് വീതിച്ചു കൊടുക്കുന്നു. ഈ അക്കൗണ്ടിൽ ഏതാത്ത 2 ഐറ്റം ഡ്രോയിങ്സും ക്യാപിറ്റലാണ്, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ ഇനി നമുക്ക് പ്രോബ്ലം ആണ്, നമ്മൾ പ്രോബ്ലം ചെയ്ത് കാണിക്കും കേട്ടോ. ഓൾറെഡി നമ്മളൊരു പ്രോബ്ലം ചെയ്ത് കാണിക്കും. ജേർണൽ എൻട്രി പഠിക്കാം, എങ്ങനെയാണ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കുമ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ ടു പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ, പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനി ഈടാക്കുന്ന ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും. അത് നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. അതായത് എവറി മന്തിൽ വിഡ്രോ ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഓഫ് പെർസെൻറ്റേജ് ആൻഡ് ആവറേജ് പീരീഡ്. ഈ ആവറേജ് പീരീഡ് എന്ന് പറയുമ്പോൾ മന്ത്ലി വിഡ്രോ ചെയ്യുന്നവരെ ടൈം നോക്കുക. അതായത് ബിഗിനിങ് ആണോ, മിഡിലാണോ, എൻഡ് ആണോ, അതിൻ്റെ ആവറേജ് പീരീഡ് ഇട്ട് കൊടുക്കുക. ആവറേജ് പീരീഡ് പഠിക്കണം കേട്ടോ. അത് ഇനിയിപ്പോൾ ക്വാർട്ടർലി ആണെന്നുവെച്ചെങ്കിൽ ആവറേജ് പീരീഡ് മാറി, മന്ത്ലി ആണെങ്കിലും മാറി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ പ്രോബ്ലം മിസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള വീഡിയോസിൽ ഇതിൻ്റെ പ്രോബ്ലം ഷുവർ ആയിട്ടുണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് ഡിഫറെൻറ്റ് എമൗണ്ട് ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് എന്താ പറയുക മന്ത്ലി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൺ പ്രോഡക്റ്റ് മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇതുപോലെ പ്രോബ്ലം ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ ജേർണൽ എൻട്രി ഒന്ന് നോക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ക്ലോസിംഗ് എൻട്രി ഒന്ന് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഭവം കൂടി ഉണ്ട്. അതെന്താ, നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ എക്സ്പെൻസസ് ആയിട്ട്, ആർക്കാ എക്സ്പെൻസസ്? ഇവിടെ ഫേമിനാണ് എക്സ്പെൻസസ് അല്ലേ. നമ്മൾ ക്യാപിറ്റൽ കൊടുത്തു, അതുമ്പോൾ നമുക്ക് കിട്ടുന്നത് പാർട്ട്നേഴ്സിന് ഒരു ഇൻകാണ്, ഫേമിനൊരു എക്സ്പെൻസസ് ആണ്. അത് ഓപ്പണിംഗ് ക്യാപിറ്റലുമാണ് കാണുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു പെർസെൻറ്റേജ്. ഇനി എമൗണ്ട് തന്നിട്ടുണ്ട് എങ്കിൽ, അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പകുതിക്ക് വെച്ചിട്ട് ജൂൺ മാസത്തിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് പെർസെൻറ്റേജ് കൊടുത്താൽ മതി. ഡ്രോയിങ്സ് വന്നെങ്കിൽ മൈനസ് ചെയ്യണം. ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ദെൻ ഇത്രയാണ് ഏറ്റവും മെയിൻ ആയുള്ള പോർഷൻസ്. ഇത്രയാണ് മെയിന്. അടുത്ത ടോപ്പിക് ഗ്യാരണ്ടി ഓഫ് എ പാർട്ട്ണർ. ഇതൊരു A+ ക്വസ്റ്റ്യൻ ആണ്. അതായത് എല്ലാ കുട്ടികളും ഒരുപോലെ പഠിക്കണമെന്ന് മിസ് പറയില്ല. പാസ്സാവണവർ, ഡബിൾ പാസ് ആവണവർ പഠിക്കേണ്ട. പക്ഷേ ഇത് പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു നോർമലി ഇപ്പോൾ ഒരു 90% നമുക്ക് നമ്മുടെ അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പോൾ പാറ്റേൺ മാറുന്നതനുസരിച്ച് നമുക്ക് ഈ ഗ്യാരണ്ടി ഓഫ് എ പാർട്ട്ണറെ എക്സ്പെക്ട് ചെയ്യാം. എന്താണ് ഗ്യാരണ്ടി ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുമോ? ചിലപ്പോൾ ചില പാർട്ട്നേഴ്സ് വരുമ്പോൾ അവരോട് നമ്മൾ പറയുകയാണ്, ഒരു അഷ്വറൻസ് കൊടുക്കുകയാണ്. അതായത് ഷുവറായിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപ ഞങ്ങൾ തന്നുകൊള്ളാം പ്രോഫിറ്റ്. പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ 25,000 പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്ര മുഴുവനായിട്ട് നിങ്ങൾക്ക് തരാം. ഞങ്ങളുടെ ആക്ച്വൽ പ്രോഫിറ്റിനനുസരിച്ചിട്ടല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ, ഞങ്ങളുടെ പ്രോഫിറ്റ് അനുസരിച്ചിട്ടല്ല, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഷുവറായിട്ട് ഇത്ര ഗ്യാരണ്ടി എമൗണ്ട് ഞങ്ങൾ തരാം ഈ ഇയർലി എന്ന് പറയുന്നതാണ് ഗ്യാരണ്ടി ഓഫ് എ പ്രോഫിറ്റ്. അതിനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സാമ്പിളൊക്കെ പറയുകയാണെന്നുവെച്ചെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ മേ ബി ഒരു എക്സാമ്പിളോട് കൊടുക്കുക. അപ്പോൾ മോഹനും കൃഷ്ണനും പാർട്ട്നേഴ്സാണ്. അവർ സണ്ണി എന്ന് പറഞ്ഞ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 20,000 രൂപ ഗ്യാരണ്ടി കൊടുക്കുക
കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 2017 50,000 രൂപ കിട്ടിയിട്ടുള്ളൂ. അതിൽ പുതിയ വന്ന പാർട്ട്ണറുടെ ഷെയർ നോക്കുമ്പോൾ ചിലപ്പോൾ 20,000 ഉണ്ടായില്ല, 15,000 ആണ് ആക്ച്വലി ഉണ്ടായുള്ളൂ. അപ്പോൾ ബാക്കി 5,000 ആര് കൊടുക്കണം? ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അവരുടെ റേഷ്യോ വെച്ച് കൊടുക്കണം. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് പോലെ കാണിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതി കാണിക്കണം. നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു, 3 പാർട്ട്നേഴ്സിന് എത്രയാണ് കിട്ടിയത്, പിന്നെ ഡെഫിഷ്യൻസി എമൗണ്ട് എത്ര രൂപ ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുത്തു എന്നുള്ളതൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള പാടാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയുള്ള പാടാണ്. ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഇനി വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വേഗം പോയി പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആണ്. ഇവിടെ നമ്മൾ ഇതേപോലെ തിയറി ഉണ്ട് കേട്ടോ. അതായത് റീകോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ എന്താ? പുതുക്കി പണിയുക. ഏതൊക്കെ സമയത്താണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടി വരിക? അഡ്മിഷൻ്റെ സമയത്ത്, പ്രോഫിറ്റ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, റിട്ടയർമെൻറ്റ്, ഡെത്ത് സമയത്ത് കേട്ടോ. അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുതിയ പാർട്ട്ണർ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പിലേക്ക് വരിക. അപ്പോൾ ആ ആൾക്ക് എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവും? അയാൾ ക്യാപിറ്റലും കൊണ്ടുവരും, ഗുഡ് വില്ലും കൊണ്ടുവരും. ആ സമയത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താ? പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ പഴയ പാർട്ട്നേഴ്സ് അവരുടെ ഷെയറിൽ നിന്ന് പുതിയ പാർട്ട്ണർക്ക് സാക്രിഫൈസ് കൊടുക്കണം അല്ലേ? അതാണ് സാക്രിഫൈസ് റേഷ്യോ. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓൾറെഡി പറഞ്ഞത് എന്താ? പുതിയ പാർട്ട്ണർ വരുമ്പോൾ ഗുഡ് വിൽ കൊണ്ടുവരണം. അപ്പോൾ എന്താണ് ഗുഡ് വിൽ എന്ന് അറിയാം? ഗുഡ് വിൽ എന്ന് പറയുമ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ഫേംസ് ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്. അതായത് ഇപ്പോൾ നമുക്ക് സൽപ്പേര് എന്നൊക്കെ പറയും. ഗുഡ് വിൽ, റെപ്യൂട്ടേഷൻ ഓഫ് ദി ഫേം, അതനുസരിച്ചിട്ട് കുറച്ച് എമൗണ്ട് പുതിയ പാർട്ട്ണർ കൊണ്ടുവരണം. അത് ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് തീരുമാനിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ലൊക്കേഷന്, നേച്ചർ ഓഫ് ബിസിനസ്, മാനേജ്മെന്റ് എഫിഷ്യൻസി, മാർക്കറ്റ് സിറ്റുവേഷൻ ഒക്കെ അനുസരിച്ച് മാറും. മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ, എല്ലാ മെത്തേഡും പഠിച്ചിരിക്കാം. നമുക്കൊരു 5 മെത്തേഡും പഠിക്കണം. വേറെ ഒന്നുമല്ല, സാധാരണ നമുക്ക് മെയിൻ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡേ ഉള്ളൂ, ആവറേജും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും. പക്ഷേ ഇപ്പം കഴിഞ്ഞ ക്രിസ്മസ് എക്സാം, അതുപോലെ AFS കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, കമ്പ്യൂട്ടറൈസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി എല്ലാ മെത്തേഡും പഠിക്കാം. അപ്പോൾ ഗുഡ് വിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വഴി എങ്ങനെ കാണാം? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് കാണാം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇട്ട് കൊടുക്കുക, 1 2 3 4 എന്നിട്ട് വെയ്റ്റഡ് ആവറേജ് കാണാം. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഒക്കെ ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരിക്കാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഗുഡ് വില്ലിൻ്റെ ഇക്വേഷൻ മാറി ആവറേജ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയി. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിയുടെ വാല്യൂ അതുപോലെ നെറ്റ് അസറ്റിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് വരെ കണ്ടുപിടിക്കുക, എന്നിട്ട് 100 റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്യാം. ദെൻ പിന്നീട് നിങ്ങളിതിൽ പഠിക്കേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട് എന്താണ്, എങ്ങനെ നമുക്കത് പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ജേർണൽ എൻട്രീസ്. ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പം ഇത് നിങ്ങൾ വേഗം പഠിക്കാം. ഇതിൻ്റെ ഉള്ള ഓരോ പാഠത്തിൽ നിന്നുള്ള പ്രോബ്ലംസ് നമ്മളിനി അപ്ലോഡ് ചെയ്യും, 5 മാർക്ക് 10 മാർക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാം കേട്ടോ. റീവാലുവേഷൻ അക്കൗണ്ട് എന്താ? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് പ്രിപ്പയർ ടു ബ്രിങ് ദ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ഫേം ദ ട്രൂ വാല്യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ്. അതായത് ഇങ്ങനെ പഠിക്കണം എന്നില്ല. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ പ്രോഫിറ്റ് ഫ്രം റീവാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റും ലയബിലിറ്റീസും റീവാല്യൂ നടത്തിയിട്ട് അതുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ നഷ്ടമാണോ, ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ തയ്യാറാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ് റീവാലുവേഷൻ അക്കൗണ്ട്. ജേർണൽ എൻട്രീസ് പഠിക്കണം. അസറ്റ് ഇൻക്രീസ് ചെയ്ത അസറ്റ് അക്കൗണ്ട് അറ്റ് റീവാലുവേഷൻ, കുറഞ്ഞ റിവാലുവേഷൻ അക്കൗണ്ട് ഒരു അസറ്റ്. ഏതെങ്കിലും ഒരു സൈഡ് പഠിക്കുക, അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതിയാവും. ഈ ജേർണൽ എൻട്രീസ് കൂടി പഠിക്കുക. എങ്ങനെ നമുക്ക് പ്രോഫിറ്റും റിസർവുകളും പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കാം, ഈ ജേർണൽ എൻട്രി പഠിക്കുക. ഗുഡ് വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് അറ്റ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഗുഡ് വിൽ വിഡ്രോ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ക്യാഷ് ഓർ ബാങ്ക് ആണ്. ഇത്രയും മാത്രം. ഈ പാഠത്തിൽ തിയറി അധികമില്ല. ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ. ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ, സാക്രിഫൈസ് റേഷ്യോൻ്റെ കാൽക്കുലേഷൻസ്, റിവാലുവേഷൻ അക്കൗണ്ട്, ഒപ്പം essay ക്വസ്റ്റ്യൻ. 8 മാർക്കായിരുന്നു നോർമലി ഉണ്ടാവാറ്, പക്ഷെ ഇപ്പോൾ അത് 6 മാർക്കിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ഈ 2 പാഠം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ എവ്രി വൺ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോസും അതുപോലെ ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.